അങ്ങനെ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഇടാൻ വേണ്ടി. എന്നോട് പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇത്ര നാൾ ചെറിയ വീഡിയോ അല്ലേ ഇട്ടുകൊണ്ടിരുന്നേ. അപ്പോൾ ഇനിയൊരു ചെറിയ ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ കൂടി ഇടാം. നമ്മുടെ വീട്ടിലെ കൃഷിത്തോട്ടങ്ങളും ചെടികളും ഒക്കെ ഒന്ന് കാണിച്ചുകൊണ്ട് നമ്മുടെ വീടും കൂടി കാണിച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഇടാം. നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ നമ്മുടെ പെറ്റിൻ്റെയൊക്കെയാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ ആയിട്ടേ. അപ്പം അത് എല്ലാവരും കാണണം. നമ്മുടെ ആദ്യമായിട്ടുള്ളൊരു ലോങ് വീഡിയോ. അതിനകത്ത് തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. അതൊക്കെ കണ്ട് എല്ലാവരും പ്രോത്സാഹിപ്പിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യണം. ഇത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു ലോങ്ങനാണ്. ഈ പ്രാവശ്യം ഒരുപാട് കാ പിടിച്ചിട്ടുണ്ട്, ഒത്തിരി ഉണ്ട്, ഒത്തിരി പൂത്തിട്ടുണ്ട്. അത് പിടിക്കും. 1-2 പ്രാവശ്യം പൊഴിഞ്ഞു പോയതിന് ശേഷം പിന്നെ കാ പിടിക്കും. ഇതൊരു മലേഷ്യൻ പ്ലാവാണ്. ക്രിസ്മസ് ട്രീ പോലെ നിൽക്കുന്നത്. അതുകൊണ്ടല്ലേ ഇങ്ങനെ നല്ല രസത്തിലാണ് പോയിരിക്കുന്നത്. പിന്നെ ഒരു തായ്ലൻഡ് പ്ലാവുണ്ട്. അതേ കുറേ ചക്ക ഈ പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. എല്ലാം വലുതായി. അതുകൊണ്ടല്ലേ ഒക്കെ വലുതായി. ഇപ്പോൾ 2 ചക്ക പറിച്ചു. ഇന്ന് ഒരെണ്ണം പഴുത്ത്, അതേ കിടന്ന് പഴുത്തു. മണം വന്നപ്പോൾ അറിയുന്നത്. അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ വീട്ടിലെ ഞങ്ങളുടെ ചെടികൾ ഉണ്ടല്ലേ, ഇതൊക്കെ ചെടികളാണ്. ഞങ്ങളിപ്പോൾ വീട് വെച്ചിട്ടിപ്പം 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. വീണ്ടും താമസം തുടങ്ങിയിട്ട്. നമ്മൾ ഒരു പഴയ മോഡലിൽ കണ്ണൂരും കാസർഗോട്ടും ഒന്നും പെട്ടുവല്ലോ കൊണ്ടുവന്ന് നമ്മൾ വീട് പണിതിരിക്കുന്നത്. വീടിനെ പറ്റിയുള്ള കൂടുതൽ വീഡിയോസ് നമുക്ക് പ്രകാരം ഇട്ട് തരാം. എങ്കിലും ഇത് നമ്മുടെ വീട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെല്ലാം നല്ലൊരു റെസിഡൻസ് ഏരിയ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ എല്ലാം വീടുകളായി. നമ്മുടെ പഴയ കാലത്ത് പഴയ മോഡലൊരു ഫാനാണിത്. വച്ചും ഒത്തിരി വർഷത്തെ പഴക്കമുള്ള ഫാനാണ് ഇത്. നമ്മുടെ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിലെ ഗജമേളയുടെ ഇത്തിത്താന ഗജമേളയുടെ ഫോട്ടോയാണ്. എൻ്റെ മോനെടുത്ത ഫോട്ടോയാണ് ഇത്. നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലാണ്. നമുക്ക് വീഡിയോ ഒന്നും അടുത്തുള്ള പരിചയമൊന്നുമില്ല. അതിനകത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം ക്ഷമിക്കണം, പ്രോത്സാഹിപ്പിക്കണം. എനിക്ക് ഒരു വലിയ കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് ഗണപതി ഭഗവാന്റെയൊക്കെ ഒരു വലിയ കളക്ഷൻസ് ഉണ്ട്. ഇത് നമ്മുടെ വീടിനുള്ളിലേക്ക് കയറുകയാണ്. നടുമുറ്റമുള്ള ഒരു വീടാണ് ഇത്. കണ്ടില്ലേ, ഇടംപിരി വലംപിരി 2 ശംഖുകളാണ്. അത് നാണയങ്ങളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിനെന്തോ പറയുന്നത്, ഇതിൻ്റെ പേര് മഞ്ചാടിക്കുരു. മഞ്ചാടിക്കുരുവിനകത്ത് ഒരു ഇടംപിരി ശംഖാണ് ഇരിക്കുന്നത്. ഈ കാണുന്നത് ഗണപതി ഭഗവാനാണ്. അദ്ദേഹത്തിന് തണലായിട്ട് വെച്ചിരിക്കുന്നതാണ് ആ ചെടിച്ചട്ടി. അതിനകത്ത് കിളിച്ച് വന്നത് ആ മുക്കുറ്റി ഉണ്ടല്ലേ, ഭഗവാന്റെ പൂജയ്ക്കായിട്ട് 10 ദശപുഷ്പങ്ങളിൽ ഏറ്റവും 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന പുഷ്പമാണ് മുക്കുറ്റി. നമ്മുടെ വീടിൻ്റെ പറമ്പ് മുഴുവൻ അതാ. ഞാൻ കാണിച്ചു തരാം നിങ്ങളൊരു ദിവസം. ഇത് കണ്ടില്ലേ, കൃഷ്ണവിളക്ക്. ഒരുപാട് വർഷം പഴക്കമുള്ളതാണിത്. നമുക്ക് ഒറ്റ നോട്ടത്തെ കണ്ടാൽ ശിവൻ മഹാദേവരുടെ താണ്ഡവമാണെന്ന് തോന്നുന്നു. പക്ഷേ അതല്ല, ഇത് കൃഷ്ണവിളക്കാണ്. ശ്രീകൃഷ്ണനാണിത്. അത് 5 തിരിയിട്ട് കത്തിക്കുന്ന ഒരു വിളക്കാണ്. ഇത് വളരെ അപൂർവമായിട്ടുള്ളൊരു വിളക്കാണ്. പിന്നെ ഇത് നമ്മുടെ വീട്ടിനുള്ളിലുള്ള നടുമുറ്റത്തുള്ള ചെടികളാണ്. നമ്മുടെ വീടിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ പ്രകാരം ഇട്ട് തരാം. പിന്നെ ഇത് എൻ്റെ മകളുടെ ഒരു കച്ചേരി നടന്നിരുന്നു പരച്ചിക്കാട്ട്. അതിൻ്റെ വീഡിയോ ആണിത്, ഫോട്ടോയാണ്. പിന്നെ എനിക്ക് ഗണപതി ഭഗവാന്റെ വലിയൊരു കളക്ഷൻ ഉണ്ട്. അതിൻ്റെ കുറച്ച് ഞാൻ കാണിച്ചു തരാം. എല്ലാം കൂടി വീഡിയോ കാണിക്കാൻ പറ്റില്ല, ഒത്തിരി ഉണ്ട്. ഇത് വെട്ടുകല്ല് വെച്ച് ഉള്ള വീടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭിത്തി കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക്. ഇതെല്ലാം നമ്മുടെ ഇതിനകത്തുള്ളതാണ്, ഇതിൻ്റെ മൂലയ്ക്കുള്ളതാണ്. ഇത് എൻ്റെ വൈഫിൻ്റെ അച്ഛനാണ്. അച്ഛൻ മരിച്ചിട്ട് 6 വർഷമായി. ഇത് ഒരു ഗണപതി ഭഗവാനാണ്. പിന്നെ ഇവിടെയൊക്കെ തന്നെയുണ്ട്. ഇതെൻ്റെ ഒരു കസിൻ എൻ്റെ വീടിൻ്റെ പാല് കാച്ചിന് എനിക്ക് സംഭാവന നൽകിയ ഒരു ബിന്ദു ചേച്ചി ഉള്ളതാണ്. ഇത് ഗണപതി ഭഗവാൻ പുള്ളിക്കാരി സ്വന്തമായിട്ട് വരച്ചുണ്ടാക്കിയാണ്. നല്ല പോലുള്ളൊരു ആർട്ടിസ്റ്റാണ്. നല്ല ഇതുപോലുള്ള ചിത്രങ്ങൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതേ വരച്ച് തരുമേ. ഇത് പിന്നെ നമ്മുടെ ഇത് പ്രധാന കട്ടളയാണ് ഈ കാണുന്നത്. ഈ കട്ടള പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കട്ടള 5 തടി കൊണ്ടാണ് ഈ കട്ടള ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു തടിയല്ല, ഇതിന് 5 തടി, പഞ്ചവൃക്ഷത്തിൻ്റെ തടി കൊണ്ടാണ് ഈ കട്ടള ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രധാന കട്ടള ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് 2 വാതിലാണ്. പിന്നെ നടി കാണുന്നത് എനിക്ക് കിട്ടിയ ഒരു ഭഗവാന്റെ വലിയ അനുഗ്രഹമാണ്. ഇത് ഞാൻ അച്ചൻകോവിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയ സമയത്ത് ആറ്റി കുളിക്കാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് ആറ്റിൽ നിന്ന് കിട്ടിയതാണിത്, ഈ ഗണപതി ഭഗവാൻ. ഇത് പൂർണ്ണമായും തടിയാണ്, പൂർണ്ണമായും സ്വയംഭൂവാണ്. ഇതൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ആറ്റിൽ നിന്ന് കിട്ടി അതുപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. പോളിഷോ പെയിൻറ്റോ പ്രൈമറോ ഒന്നും അടിച്ചിട്ടില്ല. ഇത് തടിയാണ്. ആറ്റിലൂടെ ഒഴുകി വന്ന് ഭഗവാന്റെ രൂപമായി എനിക്ക് കിട്ടിയതാണ്. പിന്നെ എനിക്ക് ഭഗവാന്റെ ഒരുപാട് വേറെ കളക്ഷൻസ് ഉണ്ട്, വിഗ്രഹങ്ങൾ. ഇതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഒരുപാടുണ്ട്. അത് പിന്നീട് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇത് ആറന്മുള കണ്ണാടിയാണ്.
വാൽക്കണ്ണാടി. ഈ കാണുന്നതൊക്കെ ആറന്മുള കണ്ണാടികളാണ്. ഇതെൻ്റെ വീടിൻ്റെ പാലുകാച്ചിന് കിട്ടിയ സമ്മാനങ്ങളാണ്. ഈ ഗണഭഗവാനെല്ലാം എൻ്റെ കളക്ഷൻസിലുള്ളതാണ്. ഇത് ഈ ശ്രീകൃഷ്ണൻ ഞാൻ മധുരയിൽ UP മധുരയിൽ പോയ സമയത്ത് ഭഗവാൻ അവിടുന്ന് വാങ്ങിയതാണ്. ഇത് മകളുടെ ചെറിയ സംഗീതോത്സവത്തിന് ഗുരുവായൂർ പാടിയ കച്ചേരിയുടെ ഫോട്ടോയാണ്. ഞങ്ങളുടെ മനത്താചാര്യൻ ഭാരതകേസരി മനത്തപ്പനാണിത്. പിന്നെ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്, ഒത്തിരി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് വീടിനെ പറ്റി. ഇതിൻ്റെ ബാക്കി വീടിനെ പറ്റിയുള്ള ബാക്കി ഒത്തിരി ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ട് തരാം. നമ്മുടെ ഷൂട്ടിംഗ് ഒന്നും ശരിയായിട്ടുണ്ടാവില്ല, നമുക്ക് വീഡിയോ പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് നമുക്കറിയാവുന്ന രീതിയിലൊക്കെ അങ്ങ് പിടിച്ചിരിക്കുകയാണ്. ഒത്തിരി ഉണ്ട് ഇനി ഷൂട്ട് ചെയ്യാനായിട്ട്, അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. നമ്മുടെ കൃഷിത്തോട്ടങ്ങളും. ഇത് ഗണപതി ഭഗവാന്റെ വിഗ്രഹമുള്ളൊരു പൂജയാണ്. എൻ്റെ അടുത്ത ഒരു കളക്ഷൻ ഞാൻ കാണിച്ചു തരാം ഗണപതി ഭഗവാന്റെ. ഇത് ഗണപതി ഭഗവാന്റെ വളരെ വളരെ റയറായിട്ടുള്ള വിഗ്രഹങ്ങളാണ് ഇതെല്ലാം. ഏറ്റവും ചെറുത് തൊട്ട് അങ്ങനെ ഓരോ മാറ്റം വന്ന് ഇങ്ങനെ പോകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം ഓരോരോ വെറൈറ്റികളാണ്. മുരളി ഗണപതി, അങ്ങനെ ഇതെല്ലാം ഓരോരോ ബാലഗണപതി, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഓരോരോ രൂപങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതുപോലുള്ള കളക്ഷൻസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തന്ന് സഹായിക്കണം. ഗണപതി ഭഗവാന്റെ രൂപങ്ങൾ വല്ലതും നിലയിലുണ്ടെങ്കിൽ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഓരോരോ വെറൈറ്റി കളക്ഷനാണ് ഇതെല്ലാം. ഈ കാണുന്ന ഡൈനിങ് ടേബിളാണിത്. ഈ കാണുന്നത് ഞങ്ങളുടെ ഒരു പഴയ 100 വർഷത്തോളം പഴക്കമുള്ള ഒരു ഫാനാണിത്. മെയ്ഡ് ഇൻ ബ്രിട്ടനാണിത്. ഒത്തിരി വർഷത്തെ പഴക്കമുള്ളതാണ്. ഇത് 2 ക്ലോക്ക്. ഇതിപ്പോൾ കീ കൊടുക്കാഞ്ഞുകൊണ്ട് ഇപ്പോൾ ഓടാതിരിക്കുകയാണ്, സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് കീ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഓടാതിരിക്കുകയാണ്. ഇതൊക്കെ എൻ്റെ കളക്ഷൻസിലുള്ളതാണ്. നിങ്ങളുടെ ഒത്തിരി പുരാവസ്തുക്കളുടെ കളക്ഷൻസ് ഉണ്ട്, അതെല്ലാം ഞാൻ പിറകാലെ കാണിച്ചു തരാം. ഈ കാണുന്ന ഫോട്ടോ ചിലപ്പം പലർക്കും കണ്ടാൽ അറിയാമായിരിക്കും ആരാണെന്നുള്ളത്. ഒമാൻ്റെ രാജാവായിരുന്ന സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദാണ് അദ്ദേഹത്തിൻ്റെ ചിത്രമായി കാണുന്നത് അത്. അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് പിറകാലെ കാണാം. അപ്പോൾ ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങളെ തെറ്റുകളൊക്കെ ഉള്ളതെല്ലാം ക്ഷമിച്ച് പ്രോത്സാഹിപ്പിക്കണം.